രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. എല്ലാവർക്കും പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांदा राधा कांदा नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് മന്ദിർ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 18ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു അല്ലേ. 17 അധ്യായം കൊണ്ട് ഭഗവത്ഗീത ഭഗവാൻ അർജുനന് മുഴുവൻ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ 18ാമത്തെ അധ്യായം വന്നിട്ട് ഇതിന്റെയൊക്കെ സംഗ്രഹം, അതായത് അർജുനന് ഇതുവരെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ഭഗവാൻ വീണ്ടും 18ാമത്തെ അധ്യായത്തില്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മള് എന്തൊക്കെയാണ് സത്വ രജസ് തമോ ഗുണത്തിലുള്ള ഓരോ കാര്യങ്ങളും അല്ലെ, യജ്ഞം ദാനം തപസ് ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെ, സത്വ രജസ് തമോ ഗുണത്തിലുള്ളവരുടെ ആഹാര രീതികൾ പഠിച്ചു. പിന്നെ എന്തൊക്കെ പഠിച്ചു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? ആർക്കെങ്കിലും പറയാമോ പെട്ടെന്ന്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ചു. ഇനി അടുത്തത് 18ാമത്തെ അധ്യായത്തിൽ ഒന്നും കൂടെ ഗീതാ വിഷയ സംഗ്രഹം 2ാമത്തെ അധ്യായത്തിൽ ചെയ്തതുപോലെ 18ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഭഗവാൻ ഇതിനെക്കുറിച്ച് സംഗ്രഹിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവത്ഗീതയുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ടച്ച് ചെയ്ത് പോവാണ്. ഒരുപാട് വലിയ അധ്യായമാണ് 18ാമത്തെ അധ്യായം. പക്ഷെ നമുക്ക് വളരെ ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ഒരു ചെറിയ എന്താ പറയാ, അധിക എക്സ്പ്ലനേഷൻസ് വരാത്ത ഒരു അധ്യായമാണിത്. അതുകൊണ്ട് കൂടുതൽ ശ്ലോകം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുമില്ല, വലിയ അധ്യായം ആയതുകൊണ്ട്. അപ്പോ ഈ ഒരു അധ്യായത്തിന്റെ പേര് സന്യാസത്തിന്റെ പരിപൂർണത, മോക്ഷ സന്യാസ യോഗ, അതാണ് ഭഗവത്ഗീതയിലുള്ള പേര്. ഇവിടെ ശ്രീ പ്രഭുപാദിൽ തന്നിരിക്കുന്നത് സന്യാസത്തിന്റെ പരിപൂർണത എന്നാണ്. അപ്പൊ ഇവിടെ അർജുനനാണ് ആദ്യം തന്നെ സംസാരിക്കുന്നത്. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശി നിഷൂദന. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ,
ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം എന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. അപ്പോ ഭഗവാൻ എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? ഓൾറെഡി സന്യാസം എന്താണ്, ത്യാഗം എന്താണെന്നൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോ ഇവിടെ അർജുനൻ ചോദിക്കുകയാണ്, ഇതിന്റെ രണ്ടിന്റെയും ഉദ്ദേശം എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ത്യാഗവും സന്യാസവും ഒക്കെ ചെയ്യുന്നത്, എന്തിനാണ്? ഇവിടെ അർജുനൻ ഭഗവാനെ എങ്ങനെയൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്? 3 രീതിയിലാണ്. മഹാബാഹു അല്ലെ, മഹാബാഹുവായ കൃഷ്ണ, മഹാബാഹോ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈക്കരുത്തുള്ളവനെ അല്ലെ, മഹാബാഹോ എന്നാണ് വിളിക്കുന്നത്. പിന്നെയോ കേശി അനിച്ചവൻ, അതായത് കേശവ. സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശി നിഷൂദന. കേശി നിഷൂദന, കേശി നിഷൂദന എന്ന് പറഞ്ഞാൽ കേശി ഹനിച്ചവൻ. അത് അവിടെ എന്താണ് കേശി പറഞ്ഞ് ഇവിടെ നമുക്ക് കാണാം അല്ലെ, ഒരു വലിയ കുതിരയെ കാണാം. അപ്പൊ ഈ കേശി പറയുന്നത് ഒരു രാക്ഷസൻ, ഒരു അസുരനാണ്. ഈ അസുരനെ ഹനിച്ചവനാണ് ആര്? ഭഗവാൻ. അപ്പൊ നമ്മുടെ ഉള്ളിലെ സംശയങ്ങളും ആരാണ്? രാക്ഷസന്മാരാണ് അല്ലെ. നമ്മുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന രാക്ഷസന്മാരാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ സംശയങ്ങൾ. അപ്പൊ ആ കേശിയെ ഹനിച്ചവനെ എന്നുകൂടെ അഭിസംബോധന ചെയ്യുന്നു. പിന്നെ എന്താണ്? ഇന്ദ്രിയങ്ങളുടെ നാഥൻ ഋഷികേശ അല്ലെ. ഋഷികേശ പറഞ്ഞാല് ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണ്. അപ്പൊ ഇവിടെ സംശയം ചോദിച്ചത് എന്താണ്? സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും ഉദ്ദേശം. അപ്പൊ ഈ സന്യാസത്തിനും ത്യാഗത്തിനും വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഇന്ദ്രിയ നിയന്ത്രണം തന്നെയാണ് അല്ലെ. ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാണ്ട് സന്യാസവും സാധിക്കില്ല, ത്യാഗവും സാധിക്കില്ല. അപ്പോ ഈ ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ഉദ്ദേശം അറിയുവാൻ എന്താ ആഗ്രഹമുണ്ട് എന്ന് ഇവിടെ അർജുനൻ ഭഗവാനോട് പറയാണ്. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മ ഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഃ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭൗതിക വാഞ്ഛകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ വീണ്ടും നമ്മള് മുമ്പേ പറഞ്ഞു അല്ലെ, സന്യാസത്തെ കുറിച്ചൊക്കെ ഭഗവാൻ നേരത്തെ 3-ാമത്തെയും 4-ാമത്തെയും അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അർജുനന്. പക്ഷെ ഭഗവാൻ ഒന്നുകൂടെ പറയുകയാണ് അർജുനനോട്, ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതിനെ സന്യാസം എന്ന് വിദ്വാൻമാർ പറയുന്നു. അവിടെ ഭഗവാൻ പറയുന്നു എന്ന് പറയുന്നില്ല അല്ലെ, വിദ്വാൻമാർ പറയുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ നമ്മളെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. കർമ്മങ്ങളെ തന്നെ ഉപേക്ഷിക്കലാണ്. അതായത് നമ്മള് ഭൗതികമായ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കുക എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, അല്ലാതെ കർമ്മഫലങ്ങളെ അല്ല. സന്യാസം എന്ന് പറയുന്നത് ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ്. പിന്നെയോ സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. അപ്പോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നു, മറ്റൊന്ന് കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുന്നു. അപ്പൊ ഇതിൽ ഏതാണ് വിശേഷപ്പെട്ടതെന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കർമ്മങ്ങളെ ത്യജിക്കുന്നതല്ല ഭഗവാൻ സജസ്റ്റ് ചെയ്യുന്നത്, നമ്മളോട് കർമ്മഫലങ്ങളെ ഭഗവാന് സമർപ്പിക്കുന്നതിനാണ് ഭഗവാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. നേരത്തെ നമുക്ക് സന്യാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇത് സംഗ്രഹിച്ച് പറയാണ് ഇവിടെ വീണ്ടും നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം തന്നെയാണ് ഒന്നുകൂടെ ആവർത്തിച്ച് ഭഗവാൻ പറഞ്ഞു തരികയാണ്. അപ്പൊ ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതിനെ സന്യാസം എന്ന് പറയുന്നു. പിന്നെ കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെ ത്യാഗം എന്ന് വിളിക്കുന്നു. എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകിയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, തപസ്, ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷികൾ അഭിപ്രായപ്പെടുന്നു. അപ്പോ കാമ്യകർമ്മങ്ങൾ ദോഷകരമായതുകൊണ്ട് ത്യജിക്കണം, അതായത് കാമ്യകർമ്മങ്ങൾ ത്യജിക്കണം എന്ന് ബുദ്ധിമാന്മാർ പറയുന്നു. പിന്നെ എന്ത് പറയുന്നു? യജ്ഞം, ദാനം, തപസ്, ഈ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാനും പാടില്ല. അതായത് യജ്ഞവും ദാനവും തപസ്സും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത കർമ്മങ്ങളാണ്. ബാക്കിയുള്ള എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകർമ്മങ്ങളായതുകൊണ്ട് ത്യജിക്കണം എന്ന് ബുദ്ധിമാന്മാർ പറയുന്നു. ഹേ ഭാരതശ്രേഷ്ഠ, ത്യാഗത്തെക്കുറിച്ച് എന്റെ വിധി നിർണയം കേൾക്കൂ. പുരുഷ വ്യാഘ്രമേ, ത്യാഗം 3 വിധമെന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോ ത്യാഗത്തെക്കുറിച്ച് ഭഗവാൻ പറയാണ്. ആദ്യം കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് സന്യാസത്തിന് വേണ്ടിയാണ്. ഇനി ത്യാഗം ചെയ്യുന്നത് ത്യാഗമാണ് അല്ലെ. ആ ത്യാഗം എങ്ങനെയാണ്? 3 വിധത്തിലാണ് ത്യാഗം എന്നാണ് പറയുന്നത് ഇവിടെ. ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത് ത്യാഗം 3 വിധത്തിലാണ്. എന്തൊക്കെയാണത്? യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നവയാണ് അവ 3ഉം. അപ്പോ ഈ യജ്ഞദാന തപസ്സുകൾ 3ഉം നമ്മളെ മാത്രമല്ല മഹാത്മാക്കളെ പോലും അത് വിശുദ്ധീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഈ 3 തരം കർമ്മങ്ങൾ, അതായത് യജ്ഞദാന തപസ്, അത് സാത്വികമായിട്ടും
രാജസികമായിട്ടും താമസികമായിട്ടും ചെയ്യുന്നതിന്റെ പ്രത്യേകതകൾ ഓരോ ഗുണത്തിലുള്ളവർ ചെയ്യുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവാൻ, അല്ലെ? അപ്പൊ ഇവിടെ ഒന്നുകൂടെ ഭഗവാൻ പറയാണ്, ഈ കർമ്മങ്ങൾ നമ്മൾ എപ്പോഴും ഉപേക്ഷിക്കാൻ പാടില്ല, അത് ചെയ്യുക തന്നെ വേണം, അത് നമ്മളെയൊക്കെ വിശുദ്ധീകരിക്കുന്നവയാണ്. അപ്പൊ ഈ കലിയുഗത്തിൽ വന്നിട്ടുള്ള യജ്ഞം എന്താണ്? ജപയജ്ഞമാണ്, അല്ലെ? അത് നമ്മൾ തുടരെ തന്നെ വേണം. ദാനം നമ്മൾ ആർക്ക് വേണ്ടി കൊടുക്കണം? വൈഷ്ണവരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ദാനം ചെയ്യണം. അതുപോലെ എന്താണ്, അമ്പലങ്ങൾ നിർമ്മിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദാനം ചെയ്യണം. അല്ലാതെ ഹോസ്പിറ്റൽ കെട്ടുക, അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവർ വന്ന് ഭിക്ഷ എടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ദാനം ചെയ്യുക, ഇങ്ങനെയുള്ള ദാനങ്ങളൊക്കെ എന്താണ്? തമോ ഗുണത്തിലുള്ള ദാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലെ? അപ്പൊ യജ്ഞദാന തപസ്സിൽ യജ്ഞം എന്താണ്? ജപയജ്ഞമാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. ദാനം വൈഷ്ണവർക്ക്, അതായത് ഭഗവാന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യാൻ, ഭഗവാന്റെ അമ്പലങ്ങൾ, അതുപോലെ ഭഗവാന്റെ ആരാധന ചെയ്യാനായിട്ട്, ഭഗവാൻ അതായത് വിഗ്രഹാരാധന ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്, അല്ലെ? അമ്പലങ്ങളിലായാലും എവിടെയായാലും. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദാനം ചെയ്യണം. പിന്നെ തപസ് എന്താണ്? ഈ കലിയുഗത്തിൽ നമുക്ക് എവിടെയെങ്കിലും ധ്യാനം ചെയ്യുക, അല്ലെങ്കിൽ കുറെ വർഷങ്ങളോളം ഇങ്ങനെ ഇരുന്നിട്ടുള്ള തപസ്, അത് പറയുന്നില്ല. നമ്മുടെ കലിയുഗത്തിലുള്ള തപസ് എന്ന് പറയുന്നത് ഏകാദശി പോലെയുള്ള വ്രതാനുഷ്ഠാനങ്ങള്, അതുപോലെ വൈഷ്ണവ ആചാര്യന്മാരുടെ ആവിർഭാവ തിരോഭാവ ദിനങ്ങളിൽ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഹാഫ് ഡേ ഫാസ്റ്റിംഗ്, ഇന്നൊരു ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പ്രഭുപാദിന്റെ തിരോഭാവ ദിനമായിരുന്നു ഇന്ന്. നമ്മുടെ ശില പ്രഭുപാദരുടെ ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തിരോഭാവ ദിനമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിലുള്ള ഫാസ്റ്റിംഗ് ഒക്കെയാണ് ഈ തപസ്, ഇപ്പോ കലിയുഗത്തിൽ പറയുന്ന തപസ്സിൽ വരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നവയാണ് അവ മൂന്നും. അപ്പോ നമ്മൾ ഇങ്ങനെ വൈഷ്ണവ ആചാര്യന്മാരുടെ തിരോഭാവ ദിനങ്ങളിലൊക്കെ നമ്മള് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ കൂടെ കാരുണ്യം, അപ്പൊ നമുക്ക് അവരെ ഓർക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഒരു അവസരം കിട്ടും. അപ്പൊ നമുക്ക് അവരുടെ കൂടെ കാരുണ്യം കിട്ടും. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണ് എന്റെ അന്തിമമായ അഭിപ്രായം. അപ്പോ ഈ യജ്ഞദാന തപസ് കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് ആസക്തിയില്ലാതെ ഫലോദ്ദേശമില്ലാതെ, അതായത് നമുക്ക് ആ ചെയ്യുന്ന ഒരു കർമ്മം കൊണ്ട് ഭൗതികമായ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ഭഗവാനോടുള്ള ആസക്തി കൂടണം, ഭൗതികമായ കാര്യങ്ങളോടുള്ള ആസക്തി കുറയണം. ആ രീതിയിലായിരിക്കണം നമ്മൾ ഈ ഉള്ള യജ്ഞദാന തപസ്സുകളൊക്കെ ചെയ്യേണ്ടത്. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഒരു ഡ്യൂട്ടി, നമ്മൾ എങ്ങനെയാണ് ഓഫീസിൽ പോയി ഒരു ഡ്യൂട്ടി ചെയ്യുന്നത്, അതുപോലെ നമ്മൾ ഒരു ഡ്യൂട്ടി, ഒരാൾ ഏൽപ്പിച്ച ഡ്യൂട്ടി, അത് ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടിയാണിത് എന്ന രീതിയിൽ. കാരണം എന്തുകൊണ്ടാണ്? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന കാര്യമാണ് ഇതല്ലേ. അപ്പൊ ഭഗവാനാണ് പറയുന്നത് യജ്ഞദാന തപസ് കർമ്മങ്ങൾ ചെയ്യണം. അതെങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു? ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടണമെന്നും ഭഗവാൻ തന്നെ പറയുന്നതാണ്, അല്ലെ? അപ്പൊ ഭഗവാൻ എന്നെ ഏൽപ്പിച്ച ജോലിയാണ് എന്ന ഒരു തിരിച്ചറിവോട് കൂടി വേണം നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇതാണ് ഭഗവാന്റെ അന്തിമമായ അഭിപ്രായം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ചുരുക്കി പറഞ്ഞു കൊടുക്കുകയാണ് അർജുനനെ. ഇതുവരെ പറഞ്ഞ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയാണ്. നിയത കർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ്. അപ്പോ നമ്മുടെ ഓക്യുപേഷണൽ ഡ്യൂട്ടി, അതായത് നമ്മുടെ നിയത കർമ്മങ്ങൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്റെ നാമം ജപിക്കൂ എന്ന് ഭഗവാൻ പറയുന്നില്ല. സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുന്നത് ഈ നിയത കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടല്ല, ഒരിക്കലും അങ്ങനെയല്ല ഭഗവാൻ പറയുന്നത്. ഭഗവാൻ അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ നിയത കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ്. അപ്പോ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എനിക്കിത് വേണ്ട, ഇതല്ല എന്റെ ജോലി എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എങ്ങാനും അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഹരേ കൃഷ്ണ, ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മൾ വ്യാമോഹം കൊണ്ട് എങ്ങാനും നമ്മൾ നമ്മുടെ ഓക്യുപേഷണൽ ഡ്യൂട്ടി, നിയതകർമ്മം ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. നിയതകർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്.
അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുകയില്ല. അതായത് നമ്മൾ വ്യാമോഹം കൊണ്ട് നമ്മുടെ ഡ്യൂട്ടി, ഒക്യുപേഷണൽ ഡ്യൂട്ടി ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് തമോ ഗുണത്തിലുള്ള ത്യാഗമായിട്ടേ വരുന്നുള്ളൂ. ഇനി എനിക്കിത് വയ്യ, ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ട് അങ്ങനെ ആ ഒക്യുപേഷണൽ ഡ്യൂട്ടി അല്ലെങ്കിൽ നിയതകർമ്മം നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അത് രാജസമായ ത്യാഗമാണ് എന്നാണ് പറയുന്നത്. അതായത് എനിക്ക് ചെയ്യാൻ വയ്യ, എനിക്കിത് കഷ്ടപ്പാടാണ്, എനിക്ക് പറ്റില്ല. മറ്റേതെന്താണ്, ഇതല്ല എന്റെ ജോലി, അതായത് ഞാൻ ഭഗവാന്റെ നാമം ജപിക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി അല്ല ചെയ്യേണ്ടത് എന്ന് കരുതി വ്യാമോഹം കൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ വ്യാമോഹം കൊണ്ട് അവരത് ഉപേക്ഷിച്ചാൽ അത് തമോ ഗുണത്തിലാണ്. ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് ഉപേക്ഷിക്കുന്നതിന് രാജസമായിട്ടുള്ള ത്യാഗം എന്നാണ് പറയുന്നത്. അത്തരം പ്രവൃത്തി ഒരിക്കലും ത്യാഗത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നില്ല. അപ്പോ അങ്ങനെ നമ്മൾ ത്യാഗം ചെയ്താല് ആ വ്യക്തിക്ക് ഈ ത്യാഗം കൊണ്ട് എന്താ റിസൾട്ട്? നെഗറ്റീവ് റിസൾട്ടേ കിട്ടുള്ളൂ അല്ലെ. നമുക്ക് എന്താ വേണ്ടത്? ഭഗവാന്റെ ആധ്യാത്മിക തലത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ ത്യാഗം ചെയ്യേണ്ടത് അല്ലെ. അല്ലാണ്ട് നമുക്ക് ഈ ഭൗതികമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേറൊന്നും ചെയ്യാനില്ല അല്ലെ. ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ തമോ ഗുണത്തിലും രജോ ഗുണത്തിലുമുള്ള ത്യാഗം വേണ്ടാന്ന് വെക്കണം. പിന്നെ എന്ത് വേണം? സാത്വികമായിരിക്കണം നമ്മുടെ ത്യാഗം അല്ലെ. അതെങ്ങനെയാണ്? ഹേ അർജുന, ഭൗതിക സംഘരഹിതനായും ഫലം ഉദ്ദേശിക്കാതെയും തന്റെ കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. അപ്പോ സാത്വികമായ ത്യാഗം ഇങ്ങനെയാണ്. അതായത് ഭൗതിക സംഗ്രഹിതനല്ല, സംഘരഹിതനാണ് ഇവിടെ വരുന്നത്. അതായത് ഭൗതികമായിട്ടുള്ള സംസർഗം, അങ്ങനെയുള്ള സംഘം ഒഴിവാക്കിയിട്ട്, പിന്നെയോ ഫലം ഉദ്ദേശിക്കാതെയും, നമുക്ക് ഒന്നും ഭൗതികമായിട്ടുള്ള നേട്ടം വേണമെന്ന് ആഗ്രഹിക്കാതെയും, ഇത് എന്റെ ഡ്യൂട്ടിയാണ്, ഭഗവാനെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ് എന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവന്റെ ത്യാഗം സാത്വികമാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ മേലെ പറഞ്ഞ രണ്ട് ത്യാഗം പറയുന്നുണ്ട്. അപ്പൊ ഈ ത്യാഗം നമ്മൾ ത്യാഗത്തെ ത്യാഗം ചെയ്യാണ് എന്താ ചെയ്യുന്നത്? സാത്വികമായിട്ടല്ലേ. അവര് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും, നല്ല ബുദ്ധിമുട്ടിയായിരിക്കും ചില ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ എന്നാലും ഇതെന്റെ ഡ്യൂട്ടിയാണ് എന്ന് കരുതിക്കൊണ്ട് അവര് ത്യാഗം ചെയ്യുന്നത് എന്താണ്? അതിനെ ഉപേക്ഷിച്ചുകൊണ്ടല്ല ത്യാഗം ചെയ്യുന്നത് അല്ലെ, അതിനെ ചെയ്തുകൊണ്ടാണ്. അതൊരു ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ അത് ചെയ്തുകൊണ്ടാണ് അവരുടെ ത്യാഗം വരുന്നത്. അങ്ങനെയുള്ള ത്യാഗം സാത്വികമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരിക്കലും നമ്മുടെ ഓക്യുപേഷണൽ ഡ്യൂട്ടി, നിയതകർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ ഭഗവാൻ എവിടെയും പറയുന്നില്ല. ഇപ്പോ നമ്മള് ഒരു കുടുംബിനിയാണെങ്കിൽ, ഒരു വീട്ടമ്മയാണെങ്കിൽ അവരിരുന്നു കൊണ്ട് അവർക്ക് ഭക്തിയുത സേവനം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും എത്രയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക, അതിനാണ് ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാത്. നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്താൽ മതി, ഇതിൽ കൂടുതൽ ചെയ്യണമെന്ന് ഭഗവാൻ എവിടെയും പറയുന്നില്ല. നമ്മളുടെ ജന്മാന്തര കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഓരോ ശരീരം സ്വീകരിച്ച് ഓരോരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ കുറച്ചെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്ര നമ്മൾ ചെയ്താൽ ഇനിയൊരു ജന്മം നമുക്ക് കൂടുതൽ പുരോഗതിയിൽ പോകാനായിട്ട് ഭഗവാൻ അവസരം തരും. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഓക്യുപേഷണൽ ഡ്യൂട്ടി ചെയ്യുക തന്നെ വേണം. താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണാവബോധനിഷ്ഠനായ മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലാണ്. തന്മൂലം അയാൾക്ക് മരണശേഷം സ്വകർമ്മഫലങ്ങളായ സുഖ ദുഃഖാനുഭവങ്ങൾക്ക് ഇടവരുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള ഒരു അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, രണ്ടു തരം പുരുഷന്മാരുണ്ട്. ഒന്ന് തെറ്റ് പറ്റാവുന്നവരും, മറ്റൊന്ന് തെറ്റ് പറ്റാത്തവരും. തെറ്റ് പറ്റാവുന്നവരാരാണ്? ബദ്ധാത്മാക്കളാണ് അല്ലെ. ഈ ഭൗതിക ലോകത്ത് ഈ ഭൗതികമായിട്ടുള്ള ഈ 3 ഗുണങ്ങളിൽ പെട്ട് ജീവിക്കുന്ന ആളുകൾ, ഭഗവാനെ അറിയാതെയുള്ള ആളുകൾ, ഭഗവാനെ മനസ്സിലാക്കാത്ത ആളുകൾ, അവരെന്താണ്? ബദ്ധാത്മാക്കളാണ്. ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാര് അവരാരാണ്? മുക്താത്മാക്കളാണ് അല്ലെ. ഈ മുക്താത്മാക്കൾ കൂടുതൽ എവിടെയാണുള്ളത്? ആധ്യാത്മിക ലോകത്താണുള്ളത്. ഇവിടെയുള്ള ഭക്തന്മാരായിട്ടുള്ള ആളുകള് ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ നമ്മൾ അതും പഠിച്ചു. ഭക്തിയുത സേവനം ഭഗവാന്റെ അന്തരംഗ ശക്തിയാലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഭൗതിക ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും അവര് ആധ്യാത്മിക ലോകത്താണ് ഇരിക്കുന്നത്. അതായത് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഭക്തന്മാര് ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ അവര് ഈ ഭൗതിക ലോകത്തുമായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല. അവര് ആധ്യാത്മിക ലോകത്തുള്ള മുക്താത്മാക്കളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? ഭഗവാനുമായുള്ള നമ്മളും ഭഗവാനുമായുള്ള ബന്ധത്തെ പറ്റി അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണാവബോധനിഷ്ഠനായ ഒരു മനുഷ്യൻ എപ്പോഴും മുക്താവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് മരണശേഷം സ്വകർമ്മഫലങ്ങളായ സുഖ ദുഃഖാനുഭവങ്ങൾക്ക് ഇടവരുന്നില്ല. അപ്പോ ഈ ഒരു ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം അവർക്ക് നമ്മൾ ചെയ്യുന്ന സുഖ ദുഃഖങ്ങൾ, അതായത് ഇങ്ങനെയുള്ള കർമ്മഫലങ്ങൾ ഒന്നും തന്നെ അനുഭവിക്കേണ്ടതിന്റെ ആവശ്യമില്ല. നമുക്കിവിടെ ശിലപ്രഭുപാദരെ കാണാം അല്ലെ. ശിലപ്രഭുപാദർ എന്താ ചെയ്തിട്ടുള്ളത്? ഭഗവാനെ കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ള ആളായിരുന്നു ശിലപ്രഭുപാദർ. അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും പോയിട്ടും ഭഗവാനെ കുറിച്ച് പ്രീച്ച് ചെയ്യാനും എല്ലാവരെയും ഭക്തന്മാരാക്കി മാറ്റാനും സാധിച്ചത്.
അങ്ങനെയുള്ളവർക്ക് കർമ്മഫലങ്ങളില്ല. അനാസക്തമായും രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികം എന്ന് പറയുന്നു. അപ്പൊ ഇനി കർമ്മത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. കർമ്മത്തെ കുറിച്ച് നമ്മൾ എവിടെയാ പഠിച്ചത്? 3-ാമത്തെ അധ്യായത്തിലാണ് പഠിച്ചത് അല്ലെ? കർമ്മയോഗം എന്ന് പറഞ്ഞ ആ ഒരു അധ്യായത്തിലാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ കർമ്മത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അനാസക്തമായും രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിത വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികമാണ്. അപ്പൊ എന്താണ് അനാസക്തമായതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തോടാവട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നിനോടും ആവട്ടെ നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ല, ആസക്തി ഇല്ല. പിന്നെ രാഗദ്വേഷരഹിതമായിട്ട്. എന്താ രാഗദ്വേഷം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇഷ്ടം അനിഷ്ടം, സുഖം ദുഃഖം, ഈ കാണുന്നതെല്ലാം ഈ ഭൗതിക ലോകത്ത് കാണുന്നത് എന്താണ്? രണ്ടുണ്ട് അല്ലെ? ഒന്ന് സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ഇഷ്ടം ഉണ്ടെങ്കിൽ ഇഷ്ടക്കേടുണ്ട്. അതുപോലെ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ രാഗദ്വേഷരഹിതമായി അങ്ങനെ ഒന്നും ഇല്ലാതെ ഫലാസക്തി കൂടാതെ. എന്താണ് ഫലാസക്തി? ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് വേണം എന്ന് ചിന്തിക്കാതെ നിയന്ത്രിതമായ വിധത്തിൽ, നമ്മൾ അനിയന്ത്രിതമായിട്ട് ചെയ്യേണ്ടതില്ല, നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികമാണെന്ന് പറയുന്നു. അപ്പോ ഈ രീതിയിൽ വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. അതായത് അനാസക്തമായിരിക്കണം നമ്മുടെ കർമ്മം, രാഗദ്വേഷം ഇല്ലാതെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്, ഫലാസക്തി, ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാതിരിക്കണം. ഭൗതികമായിട്ടുള്ള ബെനിഫിറ്റ് കേട്ടോ. ആധ്യാത്മിക പുരോഗതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഫലാസക്തി ആയിട്ടല്ല വരുന്നത്. ഭൗതികമായിട്ട് ഉള്ള നേട്ടം, അതാണ് ഈ ഫലാസക്തി എന്ന് പറയുന്നത്. നിയന്ത്രിതമായ വിധത്തിൽ, ഒന്നും അനിയന്ത്രിതമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കർമ്മം സാത്വികമാണ്. തന്റെ ആഗ്രഹം നിറവേറ്റാനായോ വിദ്യാഹം ഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസ കർമ്മം. അപ്പോ രാജസികമായിട്ടുള്ള കർമ്മം എന്താണ് പറയുന്നു? നമ്മുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി വിദ്യാഹം ഭാവം കൊണ്ട്, അതായത് ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരം ഇന്ന കുടുംബത്തിലെ അംഗമാണ്, ഞാൻ ഒരു വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലുള്ള ആളാണ്, എനിക്ക് വലിയ വീടുണ്ടാക്കണം, എനിക്ക് എന്താണ് സുന്ദരിയായ ഭാര്യ വേണം, എന്റെ കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കണം, ഇങ്ങനെയൊക്കെ. അതായത് അതാണ് വിദ്യാഹംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ അത്തരത്തിലുള്ള ആഗ്രഹം നിറവേറ്റാനായിക്കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസ കർമ്മം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് ഉള്ള സമ്പത്ത് കൊണ്ട് നമുക്ക് വലിയ വീട് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഉള്ള സമ്പത്തിനേക്കാൾ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ ഒരു സ്വഭാവം എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ മിനിമം ബഡ്ജറ്റ് ഒരു 30 ലക്ഷത്തിന്റെ വീടായിരിക്കും ബഡ്ജറ്റ് ചെയ്യുക അല്ലെ? എന്നാൽ എന്റെ കയ്യിൽ ഒരു 50 ലക്ഷം ഉണ്ടെങ്കിൽ എന്റെ ബഡ്ജറ്റ് എന്തായിരിക്കും? ഒരു 1.5 കോടിയുടെ വീട് വേണം, അതായിരിക്കും ഞാൻ ബഡ്ജറ്റ് ചെയ്യുക. അപ്പൊ ആ രീതിയിലാണ് ഏതൊരു സാധാരണ മനുഷ്യരും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അത്തരത്തിൽ വലിയ ബഡ്ജറ്റ്, ലോങ് ബഡ്ജറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് വേണ്ടി വരും അതൊക്കെ ചെയ്യാനായിട്ട് അല്ലെ? ഇത്തരത്തിലുള്ള കർമ്മങ്ങളെ എന്തായിട്ടാ പറയുന്നത്? രാജസ കർമ്മമായിട്ടാണ് പറയുന്നത്. പിന്നെ തുടർന്നുണ്ടാവുന്ന കെട്ടുപാടുകളെയോ അന്യർക്കുണ്ടാകുന്ന നാശത്തെയോ ക്ലേശങ്ങളെയോ അവഗണിച്ചും ശാസ്ത്ര നിർദ്ദേശങ്ങൾക്ക് എതിരായും വ്യാമോഹം മൂലം ചെയ്യുന്ന കർമ്മം അത്രേ താമസം. അപ്പൊ താമസികമായ കർമ്മം അതെന്താണ്? നമ്മുടെ ഈ ഒരു പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഒരു കർമ്മം, അതിന് ശേഷം ഉണ്ടാവുന്ന മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന കെട്ടുപാടുകളോ നാശങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട്, അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ ശാസ്ത്ര നിർദ്ദേശത്തിന് എതിരായി, അപ്പൊ ശാസ്ത്രം എന്താണോ പറയുന്നത് അതിന്റെ എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക, അത് വ്യാമോഹം മൂലം ചെയ്യുന്ന അങ്ങനെയുള്ള കർമ്മങ്ങളെ താമസം എന്ന് പറയുന്നു. ഇപ്പോ നമുക്ക് മോഷ്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർ ചിന്തിക്കാറില്ല. കൊലപാതകം വരെ ചെയ്യുന്നു അല്ലെ? അപ്പൊ നമ്മൾ ചിലപ്പോൾ ചെറിയൊരു പൈസ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ കിട്ടും എന്ന് വിചാരിച്ചാവും നമ്മൾ പോവാം. അവിടെ ചെന്ന് നമ്മളെ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? അവരെ കൊലപാതകം വരെ നടത്തേണ്ടി വരും അല്ലെ? അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരാരും എന്ത് ചിന്തിക്കുന്നില്ല. ഇതിന് ശേഷം എന്റെ ജീവിതം എന്തായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും, അവരുടെ കുടുംബക്കാരെങ്ങനെയായിരിക്കും ജീവിക്കുക, ഇതൊന്നും ആരും ചിന്തിക്കാറില്ല. അത്തരത്തിലുള്ള കർമ്മങ്ങളെ താമസികമായിട്ടുള്ള കർമ്മങ്ങൾ എന്നാണ് പറയുന്നത്. അത് വ്യാമോഹം മൂലമാണ് അവര് ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് വ്യാമോഹം വന്ന് അങ്ങനെയാണ് അവര് അത്തരത്തിലുള്ള താമസികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന കർമ്മം ചെയ്യുമ്പോൾ അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് നിശ്ചയം ഉണ്ടാവില്ല അല്ലെ? നമ്മൾ താമസിക്കാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചൊന്നും അവർക്ക് യാതൊരു ബോധം ഉണ്ടാവില്ല. അതാണ് ഈ താമസികമായ ബുദ്ധിയുടെ ഒരു പ്രത്യേകത. കുന്തിപുത്ര, ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതും എന്ത്, ഭയപ്പെടേണ്ടതും ഭയപ്പെടേണ്ടാത്തതും എന്ത്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാവുന്നത് എന്ത് എന്നെല്ലാം അറിയുന്നതാണ് സാത്വികമായ ബുദ്ധി. ഇനി ബുദ്ധിയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു തരാണ്. നേരത്തെ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, ഇനി ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞു തരാണ്. എന്താണ് പറയുന്നത്? ചെയ്യേണ്ടതും ചെയ്തുകൂടാത്തതും എന്ത്, ഭയപ്പെടേണ്ടതും ഭയപ്പെടേണ്ടാത്തതും എന്ത്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാകുന്നത് എന്ത് എന്നത്
അറിയുന്ന ബുദ്ധി എന്താ പറയുന്നത്? സാത്വികമായ ബുദ്ധിയാണ്. നമ്മള് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടുന്നതും അറിയാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് പാടില്ലാത്തത് നമ്മൾ ചെയ്യില്ല, ചെയ്യേണ്ടത് മാത്രമേ ചെയ്യുള്ളൂ അല്ലെ? പിന്നെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണമാകുന്നത് എന്താണ്? എന്താണ് നമ്മൾ ഇവിടെ ബന്ധിപ്പിക്കുക? എന്താണ് നമുക്ക് മോക്ഷത്തിന് കാരണമാകുക? എന്തിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്, എന്തിനെ ഭയപ്പെടേണ്ടതില്ല? ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ബുദ്ധിയാണ് എന്ത്? സാത്വികമായ ബുദ്ധി. ഇനിയോ രാജസമായ ബുദ്ധിയെ കുറിച്ച് ഭാവം പറയാണ്. പാർത്ഥ, ധർമ്മം എന്ത്, അധർമ്മം എന്ത്, ചെയ്യേണ്ടത് എന്ത്, ചെയ്യരുതാത്തത് എന്ത് എന്ന് വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. അപ്പൊ രാജസികമായിട്ടുള്ള ആളുകൾക്ക് എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് അറിയില്ല. അവരറിയാതെയാണ് ഇരിക്കുന്നത്. അപ്പൊ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്താണെന്ന് അറിയില്ല. അങ്ങനെ വേർതിരിച്ചറിയാനാവാത്ത ബുദ്ധിയാണ് രാജസം. അവരുടെ പ്രോഗ്രസ് മാത്രം നോക്കിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിന് ചിലപ്പോ ചെയ്തുകൂടാത്ത കർമ്മമായിരിക്കും, ചിലപ്പോ ചെയ്യാവുന്ന ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അത് എന്താണോ നമ്മുടെ ആ ഒരു ഫ്ലോയിൽ വരുന്നത് അതിനനുസരിച്ചാണ് അവർ ചെയ്യുക അല്ലെ? അവർക്ക് തെറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നതല്ല, പക്ഷെ അവർക്ക് അറിവില്ലാതെ കൊണ്ട് അങ്ങനെ ചെയ്യാണ്. ഇനി താമസമായിട്ടുള്ള ബുദ്ധിയെ കുറിച്ച് പറയാണ്. ഹേ പാർത്ഥ, വ്യാമോഹത്തിന്റെയും അന്ധകാരത്തിന്റെയും സ്വാധീനതയിൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി താമസമാകുന്നു. അപ്പോ ഈ വ്യാമോഹത്തിലുള്ളവർക്ക് എന്താണ്? അവർക്ക് യഥാർത്ഥ ബുദ്ധി ഇല്ലേ ഇല്ല അല്ലെ? അവർ അന്ധകാരത്തിന്റെ സ്വാധീനതയിലാണുള്ളത്. അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനമാണ് അല്ലെ? ജ്ഞാനം ഇല്ലാതിരിക്കുന്നതാണ് അന്ധകാരം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്വാധീനത്തില് അധർമ്മത്തെ ധർമ്മമായി കാണുന്നു അവര്. അപ്പൊ അത് അധർമ്മം, അതായത് നമ്മൾ തെറ്റായ പ്രവൃത്തിയാണ് ശരി എന്ന് കരുതിയാണ് അവർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ബുദ്ധി എന്താണ്? താമസമാകുന്നു എന്നാണ് പറയുന്നത്. എല്ലാ സമയവും ഈ താമസിക്കായിട്ടുള്ളവരുടെ ബുദ്ധി എന്താണ്? എല്ലാ സമയവും തെറ്റായ വഴിക്കാണ് പോകുന്നത്. പക്ഷെ രാജസികമായിട്ടുള്ള ബുദ്ധി എന്താണ്? എല്ലാ സമയവും തെറ്റല്ല, ചിലപ്പോ തെറ്റും ചിലപ്പോ ശരിയുമാകും. പക്ഷെ അവർക്ക് അറിയില്ല എന്താണ് ധർമ്മം അധർമ്മം എന്താണ്. പക്ഷെ അധർമ്മത്തെ ധർമ്മമായി കണ്ടുകൊണ്ടാണ് ആര് തെറ്റ് ചെയ്യുന്നത്? താമസിക്കായിട്ടുള്ള ആളുകൾ അല്ലെ? അവർക്ക് പിന്നെ ധർമ്മത്തെ എന്താണ്? അധർമ്മമായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ അത് തീരെ താഴ്ന്ന ഒരു ബുദ്ധി, താമസിക്കായിട്ടുള്ള ഒരു ബുദ്ധിയാണെന്ന് ഭഗവാൻ പറഞ്ഞു തരാണ്. ഇടയിൽ കുറെ ശ്ലോകങ്ങൾ സ്കിപ്പ് ആയിട്ടുണ്ട്. 54-ാമത്തെ ശ്ലോകമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. കുറെ ചെറിയ ചെറിയ ശ്ലോകങ്ങളാണ്, വലിയ എക്സ്പ്ലനേഷൻസ് ഇല്ലാത്ത ശ്ലോകങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ലെവൽ 2-ൽ പറഞ്ഞു തരുന്നതായിരിക്കും. ലെവൽ 2-ന്റെ മാതാജി ഇന്ന് വരാന്ന് പറഞ്ഞായിരുന്നു. അവര് നാളെ 9 മണിക്ക് നമ്മൾ എന്തായാലും ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നാളെ അവര് വരും പരിചയപ്പെടാനായിട്ട്. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതി പരാം. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പരമബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. അപ്പോ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവർക്ക് പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അപ്പൊ അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടുകയാണ് അല്ലെ? അപ്പൊ അവര് ആ ഭഗവാന്റെ ആ പരബ്രഹ്മ സാക്ഷാത്കാരം, ബ്രഹ്മഭൂത അവസ്ഥ എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ? ബ്രഹ്മഭൂത പ്രസന്നാത്മ. അപ്പോ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. എന്തുകൊണ്ടാണ് അയാൾക്ക് ദുഃഖങ്ങളില്ലാത്തത്? അയാൾക്ക് ഈ പറഞ്ഞ ഭൗതികമായിട്ടുള്ള ശരീരമുണ്ടെങ്കിൽ അവർക്കും വേദനകൾ ഉണ്ടാവില്ലേ? പ്രശ്നം. പക്ഷെ അങ്ങനെയുള്ള വേദനകള് ഒന്നും തന്നെ അവരെ മാനസികമായിട്ട് ബാധിക്കില്ല. അവർ അതുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കില്ല ഒരിക്കലും. ആ വേദനകളൊക്കെ ശരീരത്തിന്റെ വേദനകളാണ്. എന്തുകൊണ്ട്? ദുഃഖാലയം അശാശ്വതം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ ഭൗതിക ലോകം അല്ലെ? പിന്നെ മാത്രല്ല എന്തുകൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം? ഈ ഭൗതിക ലോകത്തുള്ള 5 എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശരീരമാണ്. പക്ഷെ ആത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ശാശ്വത അംശമാണെന്ന് ആർക്ക് നിശ്ചയമുണ്ട്? ഈ ബ്രഹ്മഭൂത അവസ്ഥയിലുള്ള ആളുകൾക്ക് അല്ലെ? അങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊന്നും തന്നെ ബാധിക്കില്ല. പിന്നെയോ അവർക്ക് ആഗ്രഹങ്ങളില്ല. എന്താഗ്രഹങ്ങളാണ് അവർക്ക് ഇല്ലാത്തത്? ഭൗതികമായ ആഗ്രഹങ്ങളില്ല. പിന്നെ സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. അപ്പൊ എല്ലാവരിലും, ഇപ്പോ ഇവിടെ നമുക്കൊരു പിക്ചർ കാണാം. കുറെ ആനിമൽസ് ഉണ്ട്, മനുഷ്യരുണ്ട്. ഇവരിലെല്ലാം ആ വ്യക്തി ആരെയാ കാണുന്നത്? ഭഗവാനെയാ കാണുന്നത് അല്ലെ? ഭഗവാനാണ് എല്ലാ ജീവന്റെ ഉള്ളിലും പരമാത്മാവായിട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന വ്യക്തിയാണ് ആര്? ഈ ബ്രഹ്മഭൂതാവസ്ഥയിൽ വരുന്ന ആള്. അങ്ങനെ മനസ്സിലാക്കി ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഭഗവാനെ മനസ്സിലാക്കിയ ആള് എന്താണ്? അയാൾക്ക് ഒരേ ഒരു ജോലിയുള്ളൂ,
ഭഗവാന്റെ സേവനമാണ് അയാളുടെ ജോലി അല്ലെ. എല്ലാരിലും ഭഗവാനെ കാണുന്നു. അപ്പൊ ആർക്ക് ചെയ്യുന്ന സേവനവും എന്തായി മാറും? ഭഗവാൻ ചെയ്യുന്ന സേവനായിട്ട് മാറും അല്ലെ. കാരണം എന്തുകൊണ്ടാണ്? എല്ലാവരുടെ ഉള്ളിലും ഭഗവാനുണ്ട്. ഭക്ത്യാ മാമഭിജാനാതി യാവാന്യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദീ തദനന്തരം. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പോ ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞു തരുന്നത്? ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ. അപ്പോ ഭഗവാനെ അറിയാൻ എന്തേ മാർഗമുള്ളൂ? ഭക്തിയുടെ സേവനം മാത്രമേ വഴിയുള്ളൂ അല്ലെ. ഭക്ത്യാ മാം അഭിജാനാതി എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ ഭക്തിയിലൂടെ, ഭക്തിയുടെ സേവനമാണ് ഭക്തി എന്ന് പറഞ്ഞാൽ, ഭക്തിയുടെ സേവനമാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനെ തൊഴുതു കഴിയും അങ്ങനെയാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല അല്ലെ. അവിടെ ഭക്തി വരുന്നില്ല. പക്ഷെ നമുക്കറിയാം യശോദാമ്മയ്ക്ക് എത്രമാത്രം ഭക്തിയോട് കൂടിയാണ്, എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ഭഗവാനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതും ഭഗവാനെ ഒരുക്കിയതും ഒക്കെ. അതുപോലെ ഭക്തിയുടെ സേവനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ നമ്മുടെ സ്വന്തമായി കണക്കാക്കി നമ്മൾ സേവനം ചെയ്യുന്നതാണ് ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നു അല്ലെ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള ആ ഭക്തി കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കി പൂർണ്ണബോധം നേടുമ്പോൾ അദ്ദേഹത്തിന് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അവർക്ക് ഭഗവത് ധാമത്തിലേക്ക്, ഭഗവാന്റെ ധാമം എവിടെയാണ്? ഗോലോക വൃന്ദാവനം അല്ലെ. അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കും, അങ്ങോട്ടേക്ക് പ്രവേശനം ലഭിക്കും അങ്ങനെയുള്ള ഭക്തൻ എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ഗജേന്ദ്രനെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നു ഈ സ്റ്റോറി. ഗജേന്ദ്രൻ മുതലയുടെ വായിൽ കാലുപെട്ട് ഭഗവാനെ ആശ്രയിക്കുന്നു. പക്ഷെ ഗജേന്ദ്രന്റെ പൂർവ്വജന്മത്തിൽ ഗജേന്ദ്രൻ ഇന്ദ്രദ്യുമ്ന മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിന് ഒരു ശാപം കിട്ടി. അദ്ദേഹം കാട്ടിൽ വന്ന് തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോ അഗസ്ത്യ മുനി വന്നിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചില്ല, കണ്ടില്ല. കാരണം അദ്ദേഹം ധ്യാനത്തിലായിരുന്നു. അപ്പോ കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിന് റെസ്പെക്ട് ചെയ്യാൻ പറ്റിയില്ല അഗസ്ത്യ മുനിനെ. അപ്പോ ശപിക്കുകയുണ്ടായി, ആനയായി തീരട്ടെ പറഞ്ഞ്. അങ്ങനെ ആ ആന ആയിരക്കണക്കിന് വർഷങ്ങള് ആനയുടെ ശരീരത്തിൽ ജീവിച്ചു കഴിഞ്ഞ് ഒടുവില് ഈ മുതലയുടെ വായിൽ പെടുകയാണ് ആ ആനയുടെ കാല്. അങ്ങനെ ആ സമയത്ത് ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നു. കാരണം ആന എന്താണ്, ഈ ഭൂമിയിൽ നല്ല ശക്തിയുള്ള മൃഗമാണ്. പക്ഷെ മുതലയോ വെള്ളത്തിൽ നല്ല ശക്തിയുള്ള മൃഗമാണ്. അപ്പൊ ആ മുതലയോട് വെള്ളത്തിനകത്തായതുകൊണ്ട് ആനയുടെ ശക്തി കുറയുകയും മുതലയുടെ ശക്തി കൂടുകയും ചെയ്തു. അപ്പൊ അതിന് മത്സരിച്ച് ജയിക്കാൻ പറ്റിയില്ല. അവസാനം അവിടെ കണ്ട ഒരു താമര എടുത്ത് ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ സമയത്ത് എന്താ പറയാ, അത്രയും ആ ഒരു സിറ്റുവേഷനിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവ്, പൂർവ്വജന്മത്തിന്റെ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് ആ ആനയ്ക്ക് സ്തുതിക്കാനുള്ള ഒരു ബുദ്ധി കിട്ടി എന്നാണ് പറയുന്നത്. ദദാമി ബുദ്ധിയോഗം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നവർക്ക് ഭഗവാനെ ആരാധിക്കാനുള്ള ബുദ്ധി കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അതുപോലെ ആ ആനയ്ക്ക് ആ സമയത്ത് ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കുന്നു. ഭഗവാൻ അപ്പൊ തന്നെ ഗരുഡാരൂഢനായി വന്ന് മുതലയെ തന്റെ ചക്രം, സുദർശൻ ചക്രം കൊണ്ട് വധിക്കുകയും ആനയ്ക്ക് മുക്തി കൊടുക്കുകയും ചെയ്യാണ് ചെയ്യുന്നത്. ആ ആന പിന്നെ ആനയുടെ ശരീരത്തിൽ ഇരിക്കുന്നില്ല, ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഭഗവാന്റെ ഭക്തിയുടെ സേവനം കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. സർവകർമാണ്യപി സദാ കുർവാണോ മദ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ഏതുതരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കും. അപ്പോ ഇവിടെ ഭഗവാൻ ഏതുതരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്ന് പറഞ്ഞല്ലേ. പക്ഷെ എന്താണ് ഇതിന്റെ മീനിങ്? എന്താണ്? നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും എന്നല്ല. എന്താണ്? ഭഗവാനെ ആശ്രയിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാരുടെ പ്രവൃത്തി എന്തായിരിക്കും? ഭഗവത് സേവനമല്ലാതെ അവർക്ക് വേറെ ഒരു പ്രവൃത്തിയും ഇല്ല അല്ലെ. അവര് ഭഗവാന്റെ ധാമം ക്ലീൻ ചെയ്യുന്ന ജോലിയാവട്ടെ, അല്ലെങ്കിൽ ഭഗവാന്റെ വസ്ത്രങ്ങൾ അല്ലെ, നമ്മൾ ഭഗവാനെ അലങ്കരിക്കുന്ന വസ്ത്രങ്ങൾ ക്ലീൻ ചെയ്യണം, അതുപോലെ അമ്പലം അതൊക്കെ വൃത്തിയാക്കണം, അതുപോലെ പ്രസാദം വരുന്നവർക്കൊക്കെ പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചൺ വർക്ക് ഉണ്ടാകും. അപ്പൊ ഏത് തരം വർക്കായാലും ശരി, ഈ ഭക്തിയുടെ സേവനത്തിന് പ്രോത്സാഹനം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഭക്തന്മാരെ സഹായിക്കാൻ അല്ലെങ്കിൽ ഭക്തന്മാർക്ക് സർവീസ് ചെയ്യുന്ന ഏത് പ്രവൃത്തി ആയിരുന്നാലും
എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ, അതായത് ഭഗവാനെ മാത്രമാണ് ആരാശ്രയിക്കുന്നുള്ളൂ, ഭഗവാന്റെ ഭക്തന്മാർ അല്ലെ, വേറെ ആരെയും ആശ്രയിക്കാൻ അവര് പോവില്ല. അങ്ങനെയുള്ള ഭക്തൻ ഭഗവാന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ ഭഗവാന്റെ ധാമത്തിൽ എത്തും എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ഇന്ന പ്രവൃത്തി ചെയ്താൽ, അതായത് ഞാൻ പ്രീച്ചിങ് മാത്രമേ ചെയ്യുള്ളൂ, എനിക്ക് ഭഗവത്ഗീത ഭാഗവതം പ്രീച്ചിങ് ചെയ്യാനേ സാധിക്കുള്ളൂ, വേറൊരു വർക്കും ഞാൻ ചെയ്യില്ല എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഭഗവാന്റെ ഒരു ധാമത്തിൽ എന്തൊക്കെ ജോലി ഉണ്ടോ, അതൊക്കെ ഇപ്പൊ അമ്പലം വൃത്തിയാക്കുന്ന ജോലിയാകാം, അല്ലെങ്കിൽ പിന്നെ ഭക്തന്മാര് പിന്നെ ഭക്തന്മാര് കഴിച്ച പാത്രം കഴുകേണ്ട ജോലിയാണെങ്കിൽ പോലും എന്താണ്, അതും ഒരു സർവീസ് തന്നെയാണ്. അപ്പൊ ഏതൊരു സർവീസും, അതുപോലെ ചപ്പൽ സേവ അല്ലെ, അവരുടെയൊക്കെ ചപ്പൽ എടുത്തു വെക്കുക, അങ്ങനെയുള്ള സേവ. നമുക്കറിയാം രാജസൂയ യജ്ഞത്തിന്റെ സമയത്ത് ഭഗവാന് ഒരു ജോലി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭഗവാനാണ്. അതുകൊണ്ട് നമ്മുടെ ധർമ്മപുത്രര് യുധിഷ്ഠിരനും അങ്ങനെയുള്ള അവരാരും തന്നെ ഒരു ജോലിയും കൊടുത്തില്ല. അപ്പൊ ഭഗവാൻ എന്താ ചെയ്തത്, കാണാതെ, ഇവരാരും കാണാതെ പോയി എല്ലാ ഭക്തന്മാരുടെയും ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു ജോലിയാണ് സ്വയം ഏറ്റെടുത്ത് ചെയ്താണ്. അപ്പൊ ഭഗവാൻ പോലും അതാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ ബുദ്ധിമുട്ട് വേണ്ടത്, നമുക്ക് ഏത് തരം പ്രവൃത്തിയാണെങ്കിൽ തന്നെയും ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തൻ ഭഗവാന്റെ കാരുണ്യം കൊണ്ടും ഭഗവാന്റെ സംരക്ഷണത്തിലുമാണ് അവര്. അങ്ങനെ അനശ്വരവും ശാശ്വതവുമായ ഭഗവത്ധാമം ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്തും എന്ന് ഭഗവാൻ പറയാണ്. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അധചേത്വമഹങ്കാരാൻ നശ്രോഷ്യസി വിനങ്ഷ്യസി. എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ വിദ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. അപ്പോ ഭഗവാൻ വ്യക്തമായിട്ട് ഇവിടെ പറയാണ് എന്താ നമ്മൾ ചെയ്യേണ്ടത്. എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധജീവിതത്തിലെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. അപ്പൊ ഭഗവാൻ ആരാണെന്നുള്ള ബോധം വേണം അല്ലെ. അങ്ങനെ ഭഗവാനെ കുറിച്ച് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, ഭഗവാന്റെ പ്രസാദം കൊണ്ട് നമുക്ക് ഈ ബദ്ധജീവിതത്തിൽ വരുന്ന സകല ക്ലേശങ്ങളും ഭഗവാനായിട്ട് അതിജീവിക്കാനുള്ള ഒരു കഴിവും ബുദ്ധിവിശേഷവും നമുക്ക് തരും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഭഗവാൻ എന്താണ് അർജുനനോട് പറയുന്നത്, നീ യുദ്ധം ചെയ്യൂ അർജുന എന്നാണ് അല്ലെ. അപ്പൊ ഭഗവാൻ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ എന്താണ്, യുദ്ധം ചെയ്യൂ എന്നാണ് പറയുന്നത് അർജുനനോട്. അപ്പോ ഭഗവാൻ ഇതൊന്നും മനസ്സിലാക്കാതെ ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ കുരുക്ഷേത്ര ഇതിലെ, അതായത് കുരു വംശത്തിലെ ഒരു രാജാവാണ്, അപ്പൊ എനിക്ക് ഇവരെ ഒന്നും കൊല്ലാൻ വയ്യ എന്ന് പറഞ്ഞ് വീണ്ടും ആ യുദ്ധം ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്താണ്, അത് മിഥ്യാഹങ്കാരം കൊണ്ടാണ് അർജുനൻ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഫലം ഉണ്ടാവുക, നാശമാണ് ഫലം എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പോ ഭഗവാനെ കുറിച്ച് ബോധ്യപ്പെട്ട് ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച്, അതായത് ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ ചെയ്യണം, ഒരു ഡ്യൂട്ടി പോലെ നമ്മൾ ചെയ്യണം. അപ്പോ അല്ലാതെ നമ്മൾ വിദ്യാഹങ്കാരം കൊണ്ട് ഞാൻ ഈ ശരീരമാണ്, എന്റെ കുടുംബമാണ് അല്ലെ, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ആ ഭഗവാന്റെ ഇഷ്ടം ചെയ്യാതിരുന്നാൽ, ഭഗവാന്റെ അഭിമതം അനുസരിക്കാതെ പോയാൽ നാശമാണ് ഫലം എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. വളരെ സുന്ദരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് അല്ലെ. നമ്മൾ ശരിക്കും നമ്മൾ എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു തരാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഈശ്വര സർവഭൂതാന ഹൃദ്ദേശേർജുന തിഷ്ഠതി, അതായത് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. പിന്നെയോ ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെയാണ് ജീവാത്മാക്കള് അതിനകത്തിരിക്കുന്നത് അല്ലെ. അതിന്റെ ഭ്രമണത്തെ ആരാണ് നിയന്ത്രിക്കുന്നത്, ഭഗവാൻ അല്ലെ. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ തന്നെയാണ് അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. നമ്മൾ 15ാമത്തെ അധ്യായത്തിൽ ഇതേ മീനിങ്ങിലുള്ള ഒരു ശ്ലോകം പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത്? എന്താണ്? സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം പഠിച്ചിട്ടുണ്ട് അല്ലെ. 15ാമത്തെ അധ്യായത്തിൽ 15ാമത്തെ ശ്ലോകമാണ്. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനാണ് ഇരിക്കുന്നത്. വേറൊരു ശ്ലോകം പഠിച്ചിട്ടുണ്ട്, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി അല്ലെ. നമ്മുടെ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഇവിടെ കഷ്ടപ്പെടാണ്. ഭഗവാന്റെ ശാശ്വത അംശമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നിട്ട് പോലും നമ്മൾ ഈ ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള കണക്ഷൻ കാരണം
ഈ ത്രിഗുണങ്ങളിൽ പെട്ട് നമ്മൾ ഇവിടെ കഷ്ടപ്പെടുകയാണെന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെ എന്താ ഭഗവാൻ പറയുന്നത്? ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നു. എന്നിട്ടോ ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഭഗവാൻ എന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മൾ എന്താണ്, ജസ്റ്റ് ഒരു മെഷീൻ പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു പിക്ചർ നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കാണിക്കുന്ന ഈ ഒരു പിക്ചർ നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ ഇതേ പിക്ചർ കണ്ടു. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ ശുപാഖ്യേ ച പണ്ഡിതാ സമദർശിനഃ. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനെ കാണുന്നവരാണ് പണ്ഡിതൻ എന്ന് പറഞ്ഞ് ഒരു ശ്ലോകത്തിൽ നമ്മൾ ഈ ഒരു സ്ലൈഡ് കണ്ടതാണ്. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഹേ ഭാരത, ആ പരമപുരുഷന് ആത്മാർപ്പണം ചെയ്യൂ. അവിടുത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. അപ്പോ ഭഗവാൻ അർജുനോട് എന്താ പറയുന്നത്? ആ പരമപുരുഷന് എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും ആണോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണത്. അങ്ങനെയുള്ള ആ ഭഗവാന് ആത്മസമർപ്പണം ചെയ്യും. നമ്മളെ തന്നെ സമർപ്പിക്കൂ. അങ്ങനെ ആ ഭഗവാന്റെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. അപ്പോ അങ്ങനെ ഭഗവത്ധാമത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും ഭഗവാന് സ്വയം സമർപ്പിച്ചാൽ. അർജുനൻ എപ്പോഴേ സമർപ്പിച്ചു അല്ലേ? ഭഗവാന് ഞാൻ ശിഷ്യനാണ്, എനിക്ക് വേണ്ടുന്ന ഉപദേശം തന്നാലും എന്ന് പറഞ്ഞ് 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ സമർപ്പിച്ച ആളാണ്, സ്വയം സമർപ്പിച്ച ആളാണ് ആര്? അർജുനൻ. അപ്പോ ഭഗവാൻ ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ആണ് ഈ ഇൻസ്ട്രക്ഷൻ തരുന്നത്. നമ്മൾ ഭഗവാനെ സ്വയം സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ നമുക്ക് ശാന്തി നേടാനും ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാനും സാധിക്കും. ഇവിടെ നമുക്ക് പിക്ചറിൽ ജഗന്നാഥ് ഭഗവാനെ കാണാം. കൂടെ രുദ്ര മഹാരാജാവ്, അദ്ദേഹം രാജാവാണ്. പക്ഷെ ഭയങ്കരമായിട്ട്, അതായത് ഭഗവാനെ അങ്ങേയറ്റം ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം. വളരെ താഴ്മയായിട്ട് ആരാധിക്കുന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ രാജാവായതുകൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിലുള്ള ഒരാളാണ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് ഒരിക്കലും ദർശനം കൊടുത്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മന്ത്രി ആയിട്ടുള്ള ആള് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ നിന്ന് സേവനം ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തോടൊക്കെ റിക്വസ്റ്റ് ചെയ്യും, എന്നെ എനിക്കൊന്ന് കാണണം. പക്ഷെ ഒരു തരത്തിലും അംഗീകരിക്കില്ല. നമ്മുടെ ചൈതന്യ മഹാപ്രഭു പറയും, ഞാൻ രാജാവിനെ, ചൈതന്യ മഹാപ്രഭു ഭക്തന്റെ രൂപത്തിലുള്ള അവതാരമാണ്. അപ്പൊ ഞാൻ സന്യാസിയാണ്, എനിക്കൊരു രാജാവിനെ കണ്ടിട്ട് ഒരു ആവശ്യമില്ല, എനിക്ക് രാജാവിനെ കാണണ്ട, ഞാനൊരു സന്യാസിയാണ്, എനിക്ക് അത്തരത്തിലുള്ള ആളുകളോട് മാത്രമേ സംസർഗം വേണ്ടൂ, എനിക്ക് വിഷയികളായിട്ടുള്ള, അതായത് ഈ സംസാരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് എനിക്ക് സംസർഗം വേണ്ടാന്ന് ചൈതന്യ മഹാപ്രഭു തറപ്പിച്ച് പറയും. പല ആവൃത്തി അങ്ങനെ പറയും. അപ്പോഴൊന്നും തന്നെ അദ്ദേഹം ഇത്രയും ടോളറേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യും, ട്രൈ ചെയ്യും, ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ സാധിക്കുന്നില്ല. അവസാനം അവരുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെയുള്ള ആളുകൾ ഈ രാജാവിനോട് പറഞ്ഞു, ഒരു വൈഷ്ണവന്റെ വേഷത്തില് ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ, അതായത് നമുക്ക് ഈ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ, ഒരു രാജാവിന്റെ വേഷത്തിൽ സേവനം ചെയ്യുമ്പോൾ എന്താണ്, രാജാവിന്റെ രീതിയിലാണ് വരിക അല്ലെ. ഒരു വൈഷ്ണവന്റെ വേഷത്തിൽ അതേ ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ജഗന്നാഥ് ഭഗവാന്റെ രഥയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള റോഡൊക്കെ ക്ലീൻ ചെയ്തത് ഈ പ്രതാപരുദ്ര മഹാരാജാവാണ്. ഇപ്പോഴും ആ മഹാരാജാവിന്റെ ആ ഒരു കുടുംബത്തിൽ വരുന്ന ആളുകൾ തന്നെയാണ് ഈ ക്ലീനിങ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രതാപരുദ്ര മഹാരാജാവിനെ കണ്ടപ്പോ ചൈതന്യ മഹാപ്രഭു വന്ന് ആലിംഗനം ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു ലീലയിലുള്ള ഒരു കാര്യം, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിലുള്ള ഒരു കഥയാണിത്. അപ്പൊ ഇവിടെ ഭഗവാൻ എന്താണ് പറയുന്നത്? ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ നമുക്ക് ശാന്തി നേടാൻ സാധിക്കും, ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ്ഗുഹ്യതരം മയാ വിമൃശ്യൈത് ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ്ഗുഹ്യതരം മയാ വിമർശൈതശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. ഇനി സമഗ്രമായി ആലോചിച്ച ശേഷം ഹിതമെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക. അപ്പോ ഭഗവാൻ ഇവിടെ പറഞ്ഞു നിർത്തുകയാണ് അർജുനന്റെ അടുത്ത്. അർജുനനോട് എന്താ പറയുന്നത്? വളരെ രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ് ഞാൻ നിനക്ക് ഇത്ര വരെ പറഞ്ഞു തന്നത്. ഇനി നീ ആലോചിച്ചു നോക്കൂ, എന്താണ് നിനക്ക് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു അത് ചെയ്യുക എന്ന് ഭഗവാൻ പറയണം. നേരത്തെ എന്ത് പറഞ്ഞു? എന്റെ അഭിമതം അനുസരിക്കാതിരുന്നാൽ അത് എന്താണ്? പാപമാണ് ചെയ്യുന്നത് അല്ലെ, നീ തെറ്റാണ് ചെയ്യുന്നത്, നിനക്ക് ദോഷം സംഭവിക്കും എന്ന് പറഞ്ഞു കൊടുത്താണ്. ഇനി നീ എന്താണ് നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഫ്രീഡം കൊടുക്കുകയാണ് ആര്?
ഭഗവാൻ അർജുനന്. മന്മനാഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാകുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായി നിനക്ക് എന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. അപ്പോ നേരത്തെ എന്താ പറഞ്ഞത്? നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്തോ എന്ന് പറഞ്ഞു. ഇനി അടുത്തത് എന്താ പറയുന്നത്? നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് പറയാണ് അർജുനോട്, അല്ലെ? എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുക, എന്നെ പ്രണമിക്കുക. ഇത്രയും ചെയ്തു പോന്നാൽ നിനക്ക് എന്നെ തന്നെ പ്രാപിക്കാൻ സാധിക്കും, ഒരു സംശയമില്ല എന്ന് ഭഗവാൻ തീർത്തു പറയാണ്, അല്ലെ? എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. അർജുനൻ ഭഗവാന് വളരെ പ്രിയപ്പെട്ടവനാണെന്ന് ഭഗവാൻ പറയാണ്. അർജുനൻ മാത്രമല്ല, നമ്മളൊക്കെ ഭഗവാന് പ്രിയപ്പെട്ടവരാകും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഭഗവാനെ ഓർത്തുകൊണ്ട് ഭഗവാന്റെ ഭക്തനായി ഭഗവാനെ ആരാധിക്കുകയും ഭഗവാനെ പ്രണമിക്കുകയും ചെയ്യണം. എങ്ങനെ ചെയ്യണം? അത് വളരെ വിശ്വാസത്തോടു കൂടി. നമ്മൾ വിശ്വാസം ഇല്ലാതെ അല്ല ചെയ്യേണ്ടത്. ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ഉറപ്പിച്ച് പറഞ്ഞത് തന്നെയാണ്. അതിലൊരു സംശയവും വേണ്ടതില്ല. അത് മനസ്സിലാക്കി നമ്മൾ ഭഗവാനെ ഓർക്കുക, ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ പ്രണമിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഭഗവാന് പ്രിയപ്പെട്ടവരാവാൻ നമുക്ക് സാധിക്കും. ഇനി ഭഗവാൻ എന്താ പറയുന്നത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവധർമ്മങ്ങളെയും തിരിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്നു എല്ലാ ധർമ്മങ്ങളെയും തിരിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കാൻ. പക്ഷെ ഇതൊരിക്കലും നമ്മുടെ നിയതകർമ്മങ്ങൾ ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അല്ല. നമ്മുടെ ഓരോ സിറ്റുവേഷൻസിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഭക്തന്മാരാവണം നമ്മൾ. ആദ്യം നമ്മൾ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ സദാ ഭഗവാന് വേണ്ടി ഭഗവാനെ ആരാധിച്ച് ഭഗവാനെ പ്രണമിച്ച് നിൽക്കുന്ന ഒരു ഭക്തന്റെ കാര്യത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. ആ ഭക്തന് ചില സമയത്ത് ധർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ അതിലൊരിക്കലും വിഷമിക്കേണ്ടതില്ല. ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരാൾ എന്ത് ധർമ്മം ചെയ്താലും ചെയ്തില്ലെങ്കിൽ, ഈ ഭൗതികമായ ധർമ്മങ്ങൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ മോചിപ്പിക്കും, ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ചിലപ്പോ പറയും, എനിക്കിപ്പോ ഭക്തിയുത സേവനം അല്ലെങ്കിൽ നാമം ജപിക്കാൻ പറ്റില്ല, എനിക്ക് ആ ജോലിയുണ്ട്, എനിക്ക് ഈ ജോലിയുണ്ട്, അല്ലെ? നമ്മൾ ഒരുപാട് അങ്ങനെ ഫുൾ ടൈം 24 hours ജോലി ചെയ്തിട്ട് ഭഗവത് സേവനം ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. നമ്മള് നിയത കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് അത്രയും സമയം മതിയാവും. നമുക്ക് ഇങ്ങനെ ഫുൾ 24 hour ഡ്യൂട്ടി ഒരിക്കലും നമ്മുടെ ഒരു സാധാരണ രീതിയിൽ നമുക്ക് വരുന്നില്ല. അപ്പൊ നിശ്ചയമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ കുറച്ച് സമയമെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യാൻ സാധിക്കുമ്പോൾ, അതായത് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എല്ലാ ധർമ്മങ്ങളും ഭഗവാനെ അർപ്പിച്ച്, അതായത് എല്ലാ ധർമ്മങ്ങളെയും ത്യജിച്ചിട്ടായാലും ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും നമ്മളെ പറഞ്ഞ അനുസരിക്കുന്നില്ല, അവരെ പറഞ്ഞ് അനുസരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, അവർക്ക് ചെയ്യേണ്ടതുപോലെ നമുക്ക് ചെയ്യാൻ അവരുടെ സ്വഭാവം കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ ഒരമ്മ എന്നുള്ള ഡ്യൂട്ടി ആ അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എന്താണ്, ഭഗവാനെ ആശ്രയിക്കാം. കാരണം അവര് പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. കാരണം നമുക്ക് ശരിക്കും ചിലപ്പോൾ മനസ്സിലാവില്ല എന്താണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ അച്ഛനമ്മമാരെ സംരക്ഷിക്കുക നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അച്ഛനമ്മമാര് നമ്മളുടെ അടുത്ത് സംരക്ഷണത്തിന് നിൽക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അതും ഭഗവാന് വിട്ടുകൊടുക്കുക, അല്ലെ? ഭഗവാനാണ് എല്ലാ സിറ്റുവേഷൻസും കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾക്കല്ല. നമ്മുടെ കയ്യിൽ ഒരു കൺട്രോളും ഇല്ല, അല്ലെ? ആ ഭഗവാന് എല്ലാ ധർമ്മങ്ങളും ഭഗവാന് വിട്ടുകൊടുക്കുക. അങ്ങനെ ഭഗവാന്റെ ഇഷ്ടം പ്രകാരം ഭഗവാനെ ആരാധിച്ച് ഭഗവാനെ പ്രണമിച്ച് ജീവിക്കുന്ന ഒരാളുടെ കാര്യത്തിലാണ് സർവ്വധർമ്മങ്ങളെയും തിരിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കുക. ഇവിടെ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ അർജുനന്റെ ബന്ധുക്കളാണ് ഓപ്പോസിറ്റിലുള്ളത്. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ട ചുമതല, അതായത് ഇപ്പോ ദുശ്ശള പെങ്ങളായിട്ടാണ് വരിക. ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥനെ വധിക്കുന്നത് ആരാണ്? അർജുനനാണ്. അപ്പൊ അവിടെയൊക്കെ ദുശ്ശളയുടെ സംരക്ഷണം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അല്ലെ? സഹോദരിയുടെ സംരക്ഷണം, അത് ഭർത്താവിനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് വരും. പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, ഞാൻ നിന്നോട് കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലുക, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാം എനിക്ക് അതിൽ നിന്നുള്ള എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും ഞാൻ നിന്നെ മുക്തനാക്കിക്കൊള്ളും എന്ന് ഭഗവാൻ അർജുനന് ഗ്യാരണ്ടി കൊടുക്കുകയാണ്.
ഇദം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയഃ. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എന്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധ ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അപ്പോ വളരെ രഹസ്യമായിട്ടുള്ള ഈ ഭഗവാന്റെ ഈ ജ്ഞാനം ഭക്തന്മാർക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് അല്ലെ, ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നവർക്ക് ശുദ്ധ ഭക്തിയുടെ സേവനം നിശ്ചിതമാണ്. അവർക്ക് ഭക്തന്മാരായിട്ടും മാറാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ ഈ ജ്ഞാനം, ഭഗവാൻ ഈ പറഞ്ഞു തരുന്ന ഭഗവത്ഗീത ജ്ഞാനം നമ്മൾ ആർക്കെങ്കിലും ഉപദേശിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അതായത് ഭഗവാൻ മാമേ വൈശ്യത്യ സംശയ, ഒരു സംശയം വേണ്ട, അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുന്ന ഭഗവാൻ ഗ്യാരണ്ടി തരികയാണ് അല്ലെ. അപ്പൊ ഭഗവാന്റെ ഈ ജ്ഞാനം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവത്ഗീത ജ്ഞാനം സാധിക്കുമെങ്കിൽ എല്ലാവർക്കും ഉപദേശിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. എല്ലാവരെയും ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാൻ. കാരണം എന്തുകൊണ്ടാണ്? എല്ലാവരും ഈ ഭൗതികമായ മാലിന്യം, അതായത് ഈ ഭൗതിക ലോകത്തെ ത്രിഗുണങ്ങളിൽ പെട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അവർക്ക് അറിയില്ല ഭഗവാന്റെ സേവനമാണ് നമ്മുടെ യഥാർത്ഥ ജോലി എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് അവര് ഭഗവാനെ മറന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ആ ഓർമ്മ പുതുക്കി കൊടുത്ത് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ എല്ലാവരും കാണിക്കണം. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാ നച മേ തസ്മാദന്യ പ്രിയതരോ ഭുവി. അങ്ങനെയുള്ളൊരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അപ്പോ ഭഗവാന്റെ ഈ വാണി ഭഗവത്ഗീത അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ പ്രിയപ്പെട്ടവനായിട്ട് ഈ ലോകത്തിൽ ഭഗവാന് വേറൊരാളും ഇല്ല എന്നാണ് പറയുന്നത്. അത്രയും ഭഗവാൻ ഇഷ്ടമാണ് എന്ത്? ഭഗവത്ഗീത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരെ. അപ്പൊ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന് ഇഷ്ടം എന്താണ്? ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ ജ്ഞാനം, അതായത് നമ്മളോട് പറഞ്ഞു ലൈഫ് മാനുവൽ ആണ് ഭഗവത്ഗീത എന്നല്ലേ. ഈ ഒരു ജ്ഞാനം നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ ഭഗവാന് പ്രിയപ്പെട്ടവരായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിട്ടുള്ള ഒരാളാണ് ആര്? നമ്മുടെ ശില ഭക്തി വേദാന്ത സ്വാമി ശില പ്രഭുപാദർ അല്ലെ. ശില പ്രഭുപാദർ എന്താ ചെയ്തിട്ടുള്ളത്? ഭഗവത്ഗീതയ്ക്ക് യഥാരൂപത്തിൽ ഭഗവാൻ എന്താണോ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ആ രൂപത്തിലുള്ള ഒരു ഭാവാർത്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ പാശ്ചാത്യ ദേശങ്ങളിലും 84 ഭാഷയിലാണ് ഭഗവത്ഗീത യഥാരൂപം നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത്രമാത്രം പബ്ലിസിറ്റി അതിന് വന്നു. അത്രയും ആളുകളെ ഭക്തന്മാരാക്കാൻ ആർക്ക് സാധിച്ചു? ശില പ്രഭുപാദർക്ക് സാധിച്ചു. ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാന് പ്രിയപ്പെട്ട ആളാവാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? ശില പ്രഭുപാദർക്ക്. നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പോ ഭഗവാനും ഭഗവാന്റെ ഭക്തനും തമ്മിലുള്ളതാണ് ഈ സംഭാഷണം അല്ലെ. ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. കുന്തിപുത്ര, ധനഞ്ജയനായ നീ ഇതെല്ലാം ശ്രദ്ധയോടെ കൂടി കേട്ടില്ലേ? അജ്ഞാനത്തിൽ നിന്നുള്ളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? ഇപ്പൊ ഭഗവാൻ അർജുനോട് ചോദിക്കുകയാണ്, ഇപ്പോ നിന്റെ വ്യാമോഹമൊക്കെ മാറിയില്ലേ? കാരണം അർജുനന് പല ആവർത്തി പറഞ്ഞു കൊടുത്തു അല്ലെ എല്ലാം. എന്നിട്ട് സംഗ്രഹിച്ചപ്പോ വീണ്ടും 18ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ എടുത്തെടുത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അർജുനൻ എന്താ പറഞ്ഞത്? അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഞാനിപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അല്ലെ, അച്യുത എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. പ്രിയപ്പെട്ട കൃഷ്ണ, അർജുന അച്യുത എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഭഗവാനെ പ്രിയപ്പെട്ട കൃഷ്ണ എന്ന് വിളിക്കുന്നു. അച്യുത, അച്യുത പറഞ്ഞ എന്താണ്? അച്യുതിയില്ലാത്തവൻ അല്ലെ. അങ്ങനെ എന്റെ വ്യാമോഹം തീർന്നു. എങ്ങനെയാണ് തീർന്നത്? ഭഗവാന്റെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്ര വരെ ഭഗവാൻ നീക്കി വെച്ചതായിരുന്നു ആ ബുദ്ധി അല്ലെ. അല്ലാണ്ട് അർജുനന് ഇല്ലാതിരുന്ന ബുദ്ധിയല്ല. നമുക്കൊക്കെ ഭഗവത്ഗീത കിട്ടാൻ വേണ്ടിയിട്ട് അർജുനനെ എന്താക്കി മാറ്റി? ഈ ഒരു ബുദ്ധി മറച്ചു വെക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അല്ലാണ്ട് ഭഗവാൻ ശരിക്കും ഭഗവാന്റെ ഭക്തനാണ് അർജുനൻ. ഭഗവാന് എല്ലാ ജ്ഞാനവും അർജുനന് ഓൾറെഡി ഉള്ളതാണ് ഭക്തനായതുകൊണ്ട് തന്നെ. പക്ഷെ ഈ കലികാലത്തിൽ വന്നിട്ട് നമുക്ക് ഭഗവത്ഗീതയുടെ അത്യാവശ്യമുണ്ട്, നമുക്കൊരു യഥാർത്ഥ ജ്ഞാനം ആവശ്യമുണ്ടെന്നുള്ളത് കൊണ്ട് ഭഗവാൻ അർജുനനെ ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി നമുക്ക് തന്നതാണ് ഈ ഭഗവത്ഗീത ജ്ഞാനം. അപ്പോ അർജുനൻ പറയാണ്, ഞാനിപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ബോധ്യമുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. അതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്. എന്താണ്? ഭഗവാന്റെ ആജ്ഞ എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. സഞ്ജയൻ പറഞ്ഞു, ഇപ്രകാരം മഹാത്മാക്കളായ കൃഷ്ണാർജുനന്മാർ തമ്മിൽ നടന്ന ഈ സംഭാഷണം ഞാൻ കേട്ടു. അത്ഭുതകരമായ ആ സന്ദേശം
എന്നെ കോൾമേർ കൊള്ളിക്കുന്നു. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനന് പരമരഹസ്യമായ ഈ യോഗം ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാനിട വന്നു. അപ്പൊ ഇവിടെ എന്താ സഞ്ജയൻ പറയുന്നത്? ഈ മഹാത്മാക്കളായ കൃഷ്ണാർജുനന്മാർ തമ്മിലുള്ള സംഭാഷണം കേട്ട് കോൾമേർ കൊള്ളാണ് ആര്? സഞ്ജയൻ അല്ലെ. സഞ്ജയന് നേരിട്ട് കാണാൻ സാധിക്കുകയാണ്, ധൃതരാഷ്ട്രക്ക് കാണാൻ സാധിക്കുന്നില്ല. അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രക്ക് താൻ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ് ആര്? സഞ്ജയൻ ചെയ്യുന്നത് അല്ലെ. എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിച്ചത്? വ്യാസദേവന്റെ അനുഗ്രഹത്താലാണ് ഇത് സാധിച്ചത്. വ്യാസദേവന്റെ ശിഷ്യനായിരുന്നു സഞ്ജയൻ. അങ്ങനെ ഈ പരമരഹസ്യമായിട്ടുള്ള ഈ യോഗം ഉപദേശിച്ചത് ആര് കൂടെ കേട്ടിട്ടുണ്ട്? സഞ്ജയൻ കൂടെ കേട്ടിട്ടുണ്ട്. അപ്പോ കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യ സംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദ പുളകിതനാകുന്നു രാജാവേ. അപ്പോ ഭഗവാന്റെയും അർജുനന്റെയും ആ ഒരു സംഭാഷണം കേട്ടിട്ട് കുളിരണിയാണ് ആര്? സഞ്ജയൻ. അല്ലയോ രാജാവേ, കൃഷ്ണന്റെ അത്ഭുതാവഹമായ ആ രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാകുന്നു. അപ്പൊ ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ടുണ്ട് ആര്? സഞ്ജയൻ അല്ലെ. ഇങ്ങനെ അത്ഭുതാവഹമായ രൂപം ഓർക്കും തോറും വിസ്മയം വരുന്നു, എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണെന്ന് പറയാണ് സഞ്ജയൻ ധൃതരാഷ്ട്രോട്. ഇനി ഭഗവത്ഗീതയിലെ അവസാനത്തെ ശ്ലോകാണിത്. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പോ ഇവിടെ ആരാണ് അഭിപ്രായം പറയുന്നത്? സഞ്ജയനാണ് പറയുന്നത് അല്ലെ. യോഗേശ്വരനായ കൃഷ്ണനും വില്ലാളി വീരനുമായ അർജുനനുള്ളിടത്ത് ഐശ്വര്യമുണ്ട്, വിജയവുമുണ്ട്, അസാധാരണ ശക്തിയും നീതിയും ഉണ്ട് എന്നാണ് ആരഭിപ്രായം പറയുന്നത്? സഞ്ജയൻ പറയുന്നത് അല്ലെ. ഇത് ഭഗവത്ഗീത നമുക്ക് അറിയാം. ഈ 700 ശ്ലോകങ്ങൾ ഉപദേശിച്ചത് 45 മിനിറ്റ് കൊണ്ട്. യുദ്ധം തുടങ്ങുന്ന ആ ഒരു ദിവസം, അതേ ദിവസം മോർണിംഗില് 45 മിനിറ്റ് കൊണ്ടാണ് അവിടെ ഈ ഭഗവത്ഗീത ജ്ഞാനം പകർന്നു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ആര് ഡിക്ലെയർ ചെയ്യാണ് ഇവിടെ? സഞ്ജയൻ ഡിക്ലെയർ ചെയ്യാണ് അർജുനന്റെ വിജയം അല്ലെ. എവിടെയാണോ ഭഗവാൻ ഉള്ളത്, യോഗേശ്വരനായ കൃഷ്ണൻ ഉള്ളത്, എവിടെ അർജുനൻ, ഭഗവാന്റെ ശുദ്ധ ഭക്തനായിട്ടുള്ള അർജുനൻ, വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ ഉണ്ടോ, അവിടെ ഐശ്വര്യമുണ്ട്, വിജയമുണ്ട്, അസാധാരണ ശക്തിയുണ്ട്, നീതിയുണ്ടെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണം ആര്? സഞ്ജയൻ അല്ലെ. അപ്പോ അർജുനൻ ഓൾറെഡി തയ്യാറായി യുദ്ധത്തിന് അല്ലെ. എല്ലാ വ്യാമോഹവും തീർന്നു. ഇനി ഗീതാ മഹാത്മ്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പെട്ടെന്നൊന്ന് വായിച്ചു പോന്നേ ഉള്ളൂ. നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് തുടക്ക ദിവസത്തില്. അപ്പൊ ഇന്ന് അവസാനത്തെ ദിവസമായോണ്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവാം. ഗീതാ മഹാത്മ്യം. ഗീതാശാസ്ത്രമിതം പുണ്യം എപ്പടേ പ്രയത പുമാൻ വിഷ്ണു പദമവാപ്നോതി ഭയശോകാദിവർജിതഃ. പവിത്രമായ ഈ ഗീതാശാസ്ത്രത്തെ പ്രയത്നപൂർവം പഠിക്കുന്നവൻ ഭയശോകങ്ങളിൽ നിന്ന് മുക്തനായി വിഷ്ണുവിന്റെ പദം പുകുന്നു. ഗീതാധ്യയനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്ധിഃ പാപാനി പൂർവജന്മ കൃതാനി ച. നിത്യവും ഗീത വായിക്കുകയും പ്രാണായാമം ശീലിക്കുകയും ചെയ്യുന്നവന്റെ പൂർവജന്മകൃത പാപങ്ങൾ നശിക്കുകയും പുതുതായി പാപങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാംബസി സ്നാനം സംസാരമലനാശനം. മനുഷ്യരുടെ പ്രതിദിന സ്നാനം ശരീരത്തിലെ അഴുക്ക് മാറ്റുന്നതാണ്. എന്നാൽ ഭഗവത്ഗീതയാകുന്ന പുണ്യജലത്തിൽ ഒരിക്കൽ മാത്രം കുളിച്ചാൽ അത് സംസാരമലത്തെ നശിപ്പിക്കുന്നു. ഗീതാ സുഗീതാ കർത്തവ്യ കിമന്യൈ ശാസ്ത്ര വിസ്തരൈഃ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്വിനിസൃത. ഭഗവത്ഗീത വളരെ നന്നായി പഠിക്കേണ്ടതാണ്. വിഷ്ണുവിന്റെ മുഖപത്മത്തിൽ നിന്ന് നിർഗളിച്ച ഭഗവത്ഗീത ഉള്ളപ്പോൾ മറ്റനേകം ശാസ്ത്രങ്ങൾ എന്തിന്? ഭാരതാമൃത സർവസ്വം വിഷ്ണോർവക്ത്രാദ്വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. മഹാഭാരതത്തിന്റെ സാരവും ഭഗവാൻ വിഷ്ണുവിന്റെ തന്നെ മുഖത്തു നിന്ന് പുറപ്പെട്ടതുമായ ഗീതയാകുന്ന പവിത്രമായ ഗംഗാജലം കുടിച്ചാൽ പുനർജന്മം ഉണ്ടാകുന്നതല്ല. ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം
ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഒരേ ഒരു ശാസ്ത്രം കൃഷ്ണൻ ഉപദേശിച്ച ഗീതയും ഒരേ ഒരു ഈശ്വരൻ ശ്രീകൃഷ്ണനും ഒരേ ഒരു മന്ത്രം അവന്റെ നാമവും ഒരേ ഒരു കർമ്മം അവന്റെ സേവയുമാകുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताई गौर प्रेमानंदे, हरि हरि बोल. हरे कृष्णा.